നമസ്കാരം. വിവാഹം എന്നതൊരു യാത്രയാണ്, അല്ലേ? പക്ഷെ ചിലപ്പോൾ ആ യാത്ര ഒരുമിച്ച് തുടരാൻ കഴിയാതെ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരസ്പരം പഴിചാരാതെ ബഹുമാനത്തോടെ പിരിയാനൊരു വഴിയുണ്ടോ? ഉണ്ട്. ഹിന്ദു നിയമപ്രകാരം അതിനൊരു വഴിയുണ്ട്. അതാണ് പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനം. അപ്പോ ശരിക്കും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ നിയമവശങ്ങൾ? വാ, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഓക്കെ, അപ്പം നമ്മള് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം എന്താണ് ഈ മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് നോക്കും. പിന്നെ അതിനു വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, 6 മാസത്തെ ആ കാത്തിരിപ്പ് ഒഴിവാക്കാൻ പറ്റുമോ, പിന്നെ സമ്മതം പിൻവലിക്കാൻ പറ്റുമോ എന്നതൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ സംസാരിക്കും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ വരാം. എന്താണ് ഈ പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചനം? എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം? ഇത് 1976 ഒരു നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന ഒരു വകുപ്പാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആര് ശരി ആര് തെറ്റ് എന്നൊരു ചോദ്യമേയില്ല. ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നൊരു പരസ്പര ധാരണ മാത്രം മതി. അതുകൊണ്ടുതന്നെ ഇതിനെ ഒരു നോ ഫോൾട്ട് ഡിവോഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ഈ വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് വെറുതെ പോയി ഫയൽ ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഒഴിവാക്കാനാവാത്ത കാര്യങ്ങൾ എന്ന് നോക്കാം. ഈ 3 കാര്യങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഇതിലൊന്ന് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കേസ് തുടക്കത്തിലെ തള്ളിപ്പോകാൻ ചാൻസുണ്ട്. 1 വർഷമായി പിരിഞ്ഞു താമസിക്കുന്നു, ഇനി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല, 2 പേർക്കും ഡിവോഴ്സിന് സമ്മതമാണ്. ഈ 3 ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ. ഇവിടെയാണ് നിയമത്തിന്റെ ഒരു രസകരമായ വശം വരുന്നത്. വെവ്വേറെ താമസിക്കുക എന്ന് പറഞ്ഞാൽ 2 വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരേ വീട്ടിൽ തന്നെയാവാം, പക്ഷേ ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിലുള്ള ഒരു ബന്ധവും അവർ തമ്മിലുണ്ടാവില്ല. അതും വേർപിരിഞ്ഞുള്ള ജീവിതമായിട്ടാണ് കോടതി കണക്കാക്കുക. സുരേഷ്ഠ ദേവി വേഴ്സസ് ഓം പ്രകാശ് കേസിൽ സുപ്രീം കോടതി തന്നെ ഇത് വ്യക്തമാക്കിയതാണ്. ശരി, അപ്പോൾ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെന്ന് വെക്കുക. ഇനി ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ? പ്രധാനമായും 2 സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത്. ആദ്യം നിങ്ങൾ 2 പേരും കൂടി ഒരുമിച്ചൊരു ഹർജി കൊടുക്കും. അതിനാണ് ഫസ്റ്റ് മോഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പുണ്ട്, കുറഞ്ഞത് 6 മാസം. ഈ സമയത്തെയാണ് കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയം എന്തിനാണെന്ന് വെച്ചാൽ, ഒന്നുകൂടി ആലോചിക്കാൻ, തിടുപ്പത്തിലെടുത്ത തീരുമാനമാണോ, ഒരുപക്ഷെ ഒന്നിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ ഒരു അവസരം. അതിനുശേഷമാണ് ഫൈനൽ ഹിയറിംഗും ഓർഡറും. പക്ഷേ ഈ 6 മാസത്തെ കാത്തിരിപ്പ് പലർക്കും ഇതൊരു വലിയ തടസ്സമായി തോന്നാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നിയമം എന്താണ് പറയുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അല്ലേ? കാരണം വർഷങ്ങളായി പിരിഞ്ഞു ജീവിക്കുന്നവർക്ക് ഒരുമിച്ച് പോകാൻ ഒരു വഴിയുമില്ലെന്ന് ഉറപ്പുള്ളവർക്ക് ഈ 6 മാസം കാത്തിരിക്കുന്നത് അവരുടെ വേദന കൂട്ടുകയല്ലേ ചെയ്യുക? ഇത് സുപ്രീം കോടതിയുടെ തന്നെ ഒരു നിരീക്ഷണമാണ്. നിയമം മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ കൂട്ടാനല്ല, കുറയ്ക്കാനാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. ഈയൊരു വിഷയത്തിൽ ഏറ്റവും വലിയ വഴിതിരിവായത് അമർദീപ് സിംഗ് വേഴ്സസ് ഹർവീൻ കൗർ എന്ന കേസാണ്. ഈ കേസിലാണ് സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പറഞ്ഞത്. നിയമത്തിന്റെ ലക്ഷ്യം നീതി നടപ്പാക്കലാണ്, വെറും നടപടിക്രമങ്ങളല്ല. അതുകൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ 6 മാസത്തെ കാത്തിരിപ്പ് ഒഴിവാക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു. പക്ഷേ ശ്രദ്ധിക്കണം, ഇത് എല്ലാവർക്കും കിട്ടുന്നൊരു ഇളവല്ല. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. കോടതി കുറച്ച് കാര്യങ്ങൾ നോക്കും. നിങ്ങൾ എത്ര കാലമായി പിരിഞ്ഞു താമസിക്കുന്നു, ജീവനാംശം, കുട്ടികളുടെ കാര്യം, ഇതിലൊക്കെ ഒരു തീരുമാനമായോ? ഒന്നിക്കാൻ 1% പോലും സാധ്യതയില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ഈ 6 മാസത്തെ കാത്തിരിപ്പ് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? പണ്ട് ഈ 6 മാസം എന്നത് ഒരു കടുംപിടുത്തമുള്ള നിയമമായിരുന്നു, ഒരു മാറ്റവുമില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതൊരു മാർഗനിർദ്ദേശം മാത്രമാണ്. ഓരോ കേസിന്റെയും സാഹചര്യം നോക്കി കോടതിക്ക് യുക്തമായ തീരുമാനമെടുക്കാം. നീതിക്കാണ് പ്രാധാന്യം, നിയമത്തിലെ വാക്കുകൾക്കല്ല. ഇനി നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഏരിയയിലേക്ക് പോകാം. ഡിവോഴ്സിന് അപേക്ഷ കൊടുത്തു, പക്ഷെ അതിനിടയ്ക്ക് ഒരാൾക്ക് മനസ്സ് മാറി. അപ്പോൾ എന്തു ചെയ്യും? ഇത് ഒരുപാട് പേർക്കുണ്ടാവുന്ന സംശയമാണ്. ഒരുമിച്ച് ഹർജി കൊടുത്തു, പക്ഷേ ഫൈനൽ സ്റ്റേജ് എത്തുന്നതിന് മുൻപ് ഒരാൾ പറയുകയാണ് എനിക്ക് ഡിവോഴ്സ് വേണ്ട എന്ന്. അപ്പോൾ നിയമപരമായി എന്ത് സംഭവിക്കും? നിയമത്തിന്റെ അടിസ്ഥാനം വളരെ സിമ്പിളാണ്. ഡിവോഴ്സിനുള്ള സമ്മതം പൂർണ്ണമായും നിങ്ങളുടെ ഇഷ്ടപ്രകാരമായിരിക്കണം. ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ആകരുത്. അതുമാത്രമല്ല, ആ സമ്മതം പ്രൊസീജിയറിന്റെ അവസാനം വരെ വേണം. ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ശരിയല്ലെന്ന്, നിങ്ങൾക്ക് പിന്മാറാൻ അവകാശമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ നിയമം അത്ര ക്ലിയർ അല്ല. പല കേസുകളിലും കോടതികൾ പല രീതിയിലാണ് വിധി പറഞ്ഞിട്ടുള്ളത്. ചില കേസുകളിൽ ഒരാൾ പിന്മാറിയാലും ഡിവോഴ്സ് കൊടുത്തു, മറ്റു ചില കേസുകളിൽ അത് അനുവദിച്ചില്ല. അപ്പോൾ ഓരോ കേസിന്റെയും സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.
എന്നാൽ ഇപ്പോൾ ഒരു പുതിയ ചിന്താഗതി വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു ഹർജി ഫയൽ ചെയ്യുമ്പോൾ അതൊരു തരം ഉറപ്പാണ്, ഒരു എഗ്രിമെന്റ് പോലെ. പ്രത്യേകിച്ചൊരു ന്യായീകരണവുമില്ലാതെ അതിൽ നിന്ന് പിന്മാറുന്നത് ആ ഉറപ്പ് ലംഘിക്കുന്നതിന് തുല്യമാണ്. രജിത് ഗുപ്ത വേഴ്സസ് രൂപാലി ഗുപ്ത പോലുള്ള കേസുകളിൽ ഇത് കോടതിയെ ലക്ഷ്യമായി പോലും കണക്കാക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇതിൽ നിന്ന് പ്രധാനമായി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് ചുരുക്കി നോക്കാം. അപ്പോൾ പ്രധാനമായി ഓർക്കേണ്ടത് ഇതാണ്. ഒന്നാമതായി, സെക്ഷൻ 13B പരസ്പരം പഴിചാരാതെ മാന്യമായി പിരിയാനുള്ള ഒരു വഴിയാണ്. 2, 1 വർഷം പിരിഞ്ഞു താമസിക്കണം എന്നത് നിർബന്ധമാണ്, അതിൽ ഇളവില്ല. 3, 6 മാസത്തെ കാത്തിരിപ്പ് ഇപ്പോൾ ഒരു കടുംപിടുത്തമുള്ള നിയമമല്ല, കോടതിക്ക് അത് ഒഴിവാക്കി തരാൻ പറ്റും. 4, സമ്മതം പിൻവലിക്കുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഒരുമിച്ചു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സാധ്യമാണ്. ഏറ്റവും പ്രധാനമായി, നിയമത്തിന്റെ നടപടിക്രമങ്ങളെക്കാൾ നീതി നടപ്പാക്കാനാണ് നമ്മുടെ കോടതികൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ നിയമത്തിന്റെ യാത്ര നമ്മൾ കണ്ടു, അല്ലേ? കർശനമായ നിയമങ്ങളിൽ നിന്ന് മനുഷ്യരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നീതി നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ നിയമവ്യവസ്ഥ മാറുന്നുണ്ടോ? തീർച്ചയായും മാറുന്നുണ്ട്. നിയമം മനുഷ്യർക്ക് വേണ്ടിയാണെന്ന തിരിച്ചറിവ്, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം.